പേര് വത്സമ്മ ജോസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് എനിക്കിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് 14 വർഷത്തോളമായി നടുവിന് വേദനയും കാലിന് വേദനയുമായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കാണുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തു. ഒരു അരമണിക്കൂർ പോലും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. ഇവിടെ വന്ന് 2023 ജനുവരി 4-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വീട്ടുജോലികൾ ചെയ്യാനുള്ള എല്ലാ സൗഖ്യവും എൻ്റെ ഈശോ എനിക്ക് തന്നു. ഇപ്പോൾ എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണമായിട്ട് ഒരു വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സംബന്ധിക്കുവാനും എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാ ആരോഗ്യം എനിക്ക് തന്നെ എന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എൻ്റെ വയറിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. അസിഡിറ്റിയുടെ പ്രശ്നം മൂലം എനിക്ക് ഭക്ഷണം കഴിക്കുവാനോ അതുപോലെ തന്നെ വയറ്റിൽ എരിച്ചിൽ പുകച്ചിൽ അങ്ങനെ ഒത്തിരി അസ്വസ്ഥതകൾ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. അപ്പോഴും ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടിയുടെ എണ്ണയും ഉപ്പുമിട്ട് വയറിൽ തേക്കുകയും ആ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ അസുഖവും എൻ്റെ ഈശോയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇന്ന് ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ആ ഉപ്പിട്ട വെള്ളമാണ് കുടിക്കാറുള്ളത്. എൻ്റെ എല്ലാ അസുഖത്തിൽ നിന്നും എന്നെ സംരക്ഷിച്ച എൻ്റെ പൊന്നുതമ്പുരാന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം കേസിൽ കിടന്നിരുന്നു. ആ സ്ഥലം ഒരു 6 വർഷത്തോളം കേസ് കളിച്ചു. അത് ഒരു അതിരുകാരൻ കയറിയെടുത്തതായിരുന്നു. അത് ഞങ്ങൾ കുറേ നാൾ കേസായിട്ട് കളിച്ചു. അവസാനം അത് കോടതിയിൽ വരെ എത്തേണ്ട സാഹചര്യമുണ്ടായി. ഒരു തരത്തിലും എതിർകക്ഷി അത് തീർപ്പാക്കാൻ സമ്മതിക്കുകയില്ല. അതിനുശേഷം അയാൾ ഗൾഫിലോട്ട് പോവുകയും ചെയ്തു. ഈ പ്രശ്നം അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഈ കാര്യങ്ങൾ വെച്ചത്. ആ സ്ഥലം അതിൻ്റെ ചുറ്റും ഞാൻ എന്നും പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. അതുപോലെ ഉടമ്പടി കാശുരൂപം അവിടെ കൊണ്ട് ഈ സ്ഥലത്തിൻ്റെ നടുക്ക് വയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരു ദിവസം അവർ വന്നിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ പോയാൽ ശരിയാകുകയില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്കത് ഒത്തുതീർപ്പാക്കണം. അങ്ങനെ 6 വർഷമായി കിടന്ന ആ കേസ് ഇവർ തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ആ പ്രശ്നം പരിഹരിച്ചു തന്നു. അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. വെള്ളം തീരെ പറ്റിയപ്പോൾ ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടുകൂടി ഞാൻ ആ കിണറ്റിലേക്ക് ഉപ്പുതരികൾ ഇങ്ങനെ ഇടുമായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം, ഒരിക്കലും പറ്റാത്ത വെള്ളം എൻ്റെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയെല്ലാം അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തിയൊക്കെ ആയിട്ടും എൻ്റെ ഈശോയെ എല്ലാ ദിവസവും ദൈവമേ എനിക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും പാവങ്ങളുടെ അടുത്തേക്കും അഗതികളുടെ അടുത്തേക്കും വൃദ്ധമന്ദിരത്തിലേക്കുമൊക്കെ കടന്നു ചെല്ലുവാനും അവരെ ശുശ്രൂഷിക്കുവാനും ശാരീരികമായും മാനസികമായും ഒത്തിരിയേറെ അനുഗ്രഹം തന്നെനിക്ക്. അതുപോലെ തന്നെ ഈശോയെ ഒന്നുമില്ലാതെ വേദനിക്കുന്ന മക്കൾ, ദൈവമേ കയറിക്കിടക്കാൻ ഭവനമില്ലാത്തവർ, അങ്ങനെ ഉള്ളവരെയൊക്കെ സഹായിക്കാനും ദൈവമേ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ സഹായിക്കാൻ അവസരം തന്നു. പിന്നെ പത്രമാണെങ്കിലും ദൈവമേ അത് ഞാൻ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി അവരോട് എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പത്രം വിതരണം ചെയ്യും. അപ്പോൾ അവരെല്ലാം സന്തോഷത്തോടു കൂടി ആ പത്രമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇനിയും കൂടുതൽ വചനം വായിക്കാനും വചനം കാണാപ്പാഠം പഠിക്കാനും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വചനങ്ങൾ ഞാൻ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വെച്ച് എനിക്ക് കുറേ വചനങ്ങൾ കാണാപ്പാഠം പഠിക്കുവാൻ സാധിച്ചു. ഇനിയും എനിക്കങ്ങനെ വചനം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നിരിക്കുന്നു. ഇത്രയെല്ലാം തന്നു. എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു വചനം യേശയ്യ 45:2, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരങ്ങളും നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് എൻ്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിനെല്ലാം ദൈവമേ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധമയ്ക്കും
തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനം 37:34 പറയും, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന അവിടെ നിന്നെ ആദരിക്കും. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്, പരിശുദ്ധ അമ്മയുടെ കയ്യിൽ. നിങ്ങൾ ഉടമ്പടിയിൽ വെക്കുന്ന ഏതൊരു കാര്യത്തിനും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള വചനത്തെ ആസ്പദമാക്കി ഈ വചനത്തിലുടനീളം കിടക്കുന്ന കർത്താവ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ അമ്മയ്ക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക്, പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ദൈവപിതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.